പക്ഷെ ഒരു വ്യവസ്ഥ, പ്രമാണത്തിൽ നിൽക്കണം. കണ്ട കടിച്ചാണിയെല്ലാം വാങ്ങി തിന്നേച്ചേ ഏമ്പൊക്കം വിട്ട് നടക്കുക നേടുക. വളരെ സൂക്ഷിക്കണമെന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം. വേർപാട് പാലിക്കണം. കൊച്ചുങ്ങൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം, മോളെ നേർച്ച സാധനം ഒന്നും മേടിച്ച് തിന്നരുതെന്ന് കൊച്ചുങ്ങൾക്ക്. അല്ല, അവള് മേടിച്ചോണ്ട് എന്നെ തടി, അതെ അവിടുന്ന് കിട്ടിയൊരു പാച്ചോറ എന്നാ ഇച്ചിരി എനിക്കൂടെ തടി, അത് മേടിച്ചങ്ങ് വിഴുങ്ങി കാക്കാതെ നിന്ന് കൊത്തുന്നത് പോലെ. കണ്ടതും കൈ കിട്ടിയതെല്ലാം വലിച്ചു വാരി അടിച്ച്. വളരെ വേർപാട് പാലിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇത് വേർപാടിന്റെ ഉപദേശമാണ്. തരമെഴും അലങ്കാരമില്ല, സ്ഥാനമാന ക്ഷോഭമില്ല. തരമെഴും അലങ്കാരമില്ല, സ്ഥാനമാന ക്ഷോഭമില്ല. പരനോട്ട് നിർഭയനമില്ല, പരിപതിക്കിലോ ക്ഷമിക്കമാത് ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ ഭാഗ്യമിത്. ഭാഗ്യനിധിയാ പരമൻ സഭകരുളിയ ഭാഗ്യമിത്. ഭാഗ്യനിധിയാ പരമൻ സഭകരുളിയ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ ഭാഗ്യമിത്. വരമൊരു ജഡശക്തരില്ല, പ്രാപ്തി തോന്നു യോഗ്യരില്ല. വരമൊരു ജഡശക്തരില്ല, പ്രാപ്തി തോന്നു യോഗ്യരില്ല. പാർപ്പിൽ കുലശ്രേഷ്ഠരല്ല, പരിചൊടനിക്കൊഴിതു മതി. ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ ഭാഗ്യമിത്. ഭാഗ്യനിധിയാ പരമൻ സഭകരുളിയ ഭാഗ്യമിത്. ഭാഗ്യനിധിയാ പരമൻ സഭകരുളിയ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ. ഭാഗ്യമിത് പ്രാണസഖേ. പൊതുഗുണ ഭേദ ഓർക്കാറില്ല, പൊന്നിലാശ വൈകാർ. അതെ നിർത്തിക്കേ, അതെ സൈമൺ സാർ എഴുതിയ പാട്ടാ, വേർപാടുകാരുടെ പാട്ടാ. നല്ല പാട്ടാ. പക്ഷെ വേർപാടുകാരെല്ലാം അത് പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ചിന്തനീയം. നല്ല വരിയാ, സൈമൺ സാർ എഴുതിയതാ ആ വരി. നിങ്ങൾ ഞാൻ എൻ്റെ ആ സ്റ്റാൻസ മറന്നുകൊണ്ടാണ് ഷൂപ്പാസെ കൊണ്ട് എടുപ്പിച്ചത്. ആ വരി ഇങ്ങനെ: പൊതുഗുണഭേദം ഓർക്കാറില്ല, പൊതുഗുണഭേദം ഓർക്കാറില്ല, പൊന്നിലാശ വൈപ്പാറില്ല. പൊതുഗുണഭേദം ഓർക്കാറില്ല, പൊന്നിലാശ വൈപ്പാറില്ല. പൊതുഗുണഭേദം ഓർക്കാറില്ല, പൊന്നിലാശ വൈപ്പാറില്ല. പൊതുഗുണഭേദം ഓർക്കാറില്ല, പൊന്നിലാശ വൈപ്പാറില്ല. മതവൈരാഗ്യത്തിൽ പീഡയില്ല, ഗുണമെവർക്കും ഇന്നൊരു പോലെ മതി. ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ ഭാഗ്യമിത്. ഭാഗ്യനിധിയാ പരമൻ സഭകരുളിയ ഭാഗ്യമിത്. ഭാഗ്യനിധിയാ പരമൻ സഭകരുളിയ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ ഭാഗ്യമിത്. നീ ദൈവസഭയ്ക്കകത്ത് വന്നതാണ് എന്റെ ഭാഗ്യം. ഞാൻ എന്റെ ശൈലി പറയാം, നീ പെന്തിക്കോസി വന്നതാണ് എന്റെ ഭാഗ്യം. അതിനൊരു തർക്കവും ഇല്ല. ചില ആൾക്കാർ പറയാറുണ്ട്, ഞങ്ങൾ ഈ യോഗം വെക്കുന്നത് നിങ്ങൾ ആരും പെന്തിക്കോസി വരാനല്ല, പക്ഷെ നിങ്ങൾ ഇതെല്ലാം ഒന്ന് അല്ലല്ല, നിങ്ങൾ മുഴുവനും പെന്തിക്കോസി വരണം. ഇനി കത്തപ്പെട്ടി മഴയത്ത് കാജുമെല്ലാം മുടക്കി യോഗം വെക്കുന്നത് കേട്ടേച്ചല്ലേ നരകത്തിൽ പോകാനാണ്. ഇടത്ത് അകലെ എണ്ണവും പെന്തിക്കോസി വരണം. നിങ്ങൾക്ക് വേറെ പെന്തിക്കോസ് ഇട്ടവല്ലേ എൻ്റെ കൂടെ വാ. ഇത് പിന്നെ പ്രത്യേക പെന്തിക്കോസാ, നിന്റെ കുഴയൊന്നും നടക്കുകയല്ല.
എന്റെ ആഗ്രഹം അതാ, സകല എണ്ണവും പെന്തിക്കോസ് വരണം. പൗലോസ് പറഞ്ഞ പദമാ ഞാൻ എടുക്കുന്നത്. ഈ ചങ്ങല ഒഴികെ മുഴുവൻ ആൾക്കാരും എന്നെ പോലാകണമെന്നാ. കാരണം ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ആത്മനിറവിനെ പ്രാപിച്ച്, വിശ്വസിച്ച്, അനുഭവിച്ച്, വേർപാട് പാലിച്ച്, തിരുമേശക്കെടുത്ത് അവൻ സഭയോടും ദൈവത്തോടും കൂട്ടായ്മ പുലർത്തി പോകുക. ഈ അനുഭവത്തിൽ നിങ്ങളും വരണം. അതിനായി യോഗം വെച്ചിരിക്കുന്നത്. അല്ലല്ല ചായച്ചാന് കാശെല്ലാം കൂടെ വന്ന് കണ്ടമാനം കിടന്ന് തെള്ളി. എന്നാൽ ഈ കാശെല്ലാം കൂടെ രണ്ടുപേരുടെ പെരക്കാത്തിരുന്ന് വെച്ചത് എന്തോ ചെയ്യണം. അന്നേരം ഞാൻ ചെന്നപ്പോൾ ചോദിച്ചു, പാസ് എന്തോ ചെയ്യണം? ഇവിടുത്തെ പാസ് ചെന്നപ്പോൾ കുറേ കാശുണ്ട്, എന്നാ ചെയ്യണം? അന്ന് ഞങ്ങൾ രണ്ടുകൂടെ പറഞ്ഞു, നമുക്ക് യോഗം വെക്കാമെന്ന്. ഇത് കാശ് വന്ന് കുത്തലുണ്ടായിട്ട് യോഗം വെച്ചതല്ല. കുടുംബത്തിലുള്ള മുഴുവനെണ്ണവും രക്ഷിക്കപ്പെടണം. ഇല്ലേ? നമ്മുടെ ചായച്ചാന്റെ വീട്ടുപേരന്നെ ആ ചാത്തമേലുള്ള സകലയെണ്ണവും ജ്ഞാനപ്പെടണം, സകലയെണ്ണവും രക്ഷിക്കപ്പെടണം, സകലയെണ്ണവും ആത്മനിറവിനെ പ്രാപിക്കണം. അടുത്ത കൊല്ലം യോഗം നടത്തില്ല, യോഗം ഒന്നും നടക്കണ്ട. എന്തിനാ ഇങ്ങനെ കൂടെ നടത്തുന്നത്? ഗുണമാകുന്നില്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെടാത്തവർ, ഈ ദേശത്തുള്ള എല്ലാവരും യേശുവിനെ അറിയണം. സകലയെണ്ണവും പെന്തിക്കോസ് വരണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയാനുണ്ട്, ചായച്ച എന്നെ പേടിച്ചോടും. എന്തോ പറ്റി ചായച്ച? എന്നെ ഞാനോടത്ത് ഇനി പേടിച്ച ദൈവമേ, അടിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ മൊത്തം ഏറ്റെടുത്തോളാം. ചായച്ചാനകത്ത് കയറി കഥ കടച്ചാൽ മതി. അടി മുഴുവൻ ഞാൻ ഒന്നും പേടിക്കണ്ടേ. അടിയൊക്കെ സകലയെണ്ണവും പെന്തിക്കോസ് വരണം. അതിന് ഒറ്റ ഉന്നത്തിലാണ് യോഗം നടത്തുന്നത്. സ്തോത്രം. സകലയെണ്ണവും രക്ഷിക്കപ്പെടണം, സകലയെണ്ണവും വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. ഈ കുടുംബത്തിന്റെ മകനെയും പറഞ്ഞ് പാരമ്പര്യം പറഞ്ഞ് എന്നെ കേൾക്കുന്ന ലൈവിലൊക്കെ ഉള്ളവരോടാ ഞാൻ പത്രോസിന്റെ പിൻഗാമിയാ. ഞാൻ പകലോ മറ്റത്തെയാ, ശങ്കരിപുരിയാ, കാളികാവാ നിന്റെ കുന്തം. നീ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് യേശുവിനെ അറിയണം. നിന്റെ കുടുംബമൊന്നും നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല. ഒരു കുടുംബക്കാര് സ്വർഗം അവസാനം നിന്ന് ചൊല്ലി കൈ കൊണ്ടിങ്ങനെ ആംഗ്യമൊക്കെ കാണിച്ചു പോകുന്നതല്ല. നീ കിടന്ന് കുഴയും. തങ്കമ്മേ നിന്നോട് ദൂത് പറയുക, ചാക്കോ നിന്നോട് ദൂത് പറയുക, നീ രക്ഷിക്കപ്പെടണം, യേശുക്രിസ്തുവിനെ അറിയണം, നീ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. അത് യേശു മാതൃക കാണിച്ചു. യേശുക്രിസ്തു മാത്രമാണ് അവിടുന്ന് മാത്രമാണ് നിത്യദൈവം. ഇത് ഇന്ന് പറഞ്ഞില്ലേ ഒക്കത്തില്ല. ആണ്ടോടാനക്ക് മുറ്റത്ത് യോഗം നടത്തിയേച്ചേ, കുറെ പേർക്ക് ബിരിയാണിയും കൊടുത്ത് അടിച്ച് മിന്നിയേച്ചേ, ഉദ്ദേശിമാർക്ക് കാശും കൊടുത്ത് നമ്മളും മേടിച്ച് കീശ താത്തേച്ച് പോയാൽ നമ്മൾ കണക്ക് കൊടുക്കണ്ടേ? കണക്ക് കൊടുക്കണ്ടേ? ഇത്ര ഈ മഴയത്ത് ഇത്ര വെള്ളം കുടിക്കുന്നത് കൊടുക്ക്. പെരുമഴ അന്നേരം അങ്ങ് ആകുക. കൊടുക്ക്. ഞാൻ എന്നെ പാട്ട് പാടാം, എല്ലാവർക്കും കൊടുക്ക. പരമുരുജട ശക്തരില്ല, പ്രാപ്തി തോന്നു യോഗ്യരില്ല. പരമുരുജട ശക്തരില്ല, പാർക്കിൽ കുലശ്രേഷ്ഠരില്ല. പരിചോടനിക്കു തുമധികം ഭാഗ്യമിത്, ഭാഗ്യമിതു പ്രാണ സഖേ, ഭാഗ്യമിത്, ഭാഗ്യമിതു പ്രാണ സഖേ, ഭാഗ്യമിത്, ഭാഗ്യനിധിയാം പരമൻ സവചരുളിയ ഭാഗ്യമിത്, ഭാഗ്യനിധിയാം പരമൻ സവചരുളിയ ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. തരമഴുമലങ്കാരമില്ല, സ്ഥാനമാന ക്ഷോഭമില്ല. തരമഴുമലങ്കാരമില്ല, സ്ഥാനമാന ക്ഷോഭമില്ല. അവരനോട് എതിർഭയമില്ല, പരിപരിക്കില്ലോ ക്ഷമിക്ക മാത്രം ഭാഗ്യമിത്, ഭാഗ്യമിതു പ്രാണസഖേ, ഭാഗ്യമിത്, ഭാഗ്യമിതു പ്രാണസഖേ, ഭാഗ്യമിത്, ഭാഗ്യനിധിയാം പരമൻ സവചരുളിയ ഭാഗ്യമിത്, ഭാഗ്യനിധിയാം പരമൻ സവചരുളിയ ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്,
ഭാഗ്യമിത് പ്രാണസഖേ ഭാഗ്യമിത്. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ആർക്കൊണ്ട് സകല മനുഷ്യരും ഈ മാർഗത്തിൽ വരണം. അതിനാ യോഗം, അതിനായി മഴ പെരുമഴയായിട്ട് ഇവിടെ വന്ന് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നത്. അവൻ സകലയെണ്ണവും രക്ഷിക്കപ്പെടണം, സകലയെണ്ണവും വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. ഈ തളിക്കുന്നതും കുടയുന്നതൊന്നും വേറെ വിധത്തിലുള്ളതല്ല. വിമാതിലെ തളിച്ചും കുടഞ്ഞും നടക്കരുത്. വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം, അതാ ശരിയായ സ്നാനം. തിരുമേശ എടുക്കണം, ആത്മസ്നാനം പ്രാപിക്കണം, അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അന്യഭാഷ പറഞ്ഞത് തങ്കമ്മയോടും ചാക്കോച്ചനോടും അല്ല, ദൈവത്തോടാ. എന്നിട്ട് നീ പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നില്ല, നിന്നോടല്ലല്ലോ പറഞ്ഞത്, നിനക്ക് മനസ്സിലാകാൻ ആണോ? നീ ദൈവമാണോ? ഈ ദൈവത്തോടാ സംസാരിക്കുന്നേ. നിനക്ക് ഗുണവും വരികയില്ല, കാരണം പറയുന്നവന് തന്നെത്താൻ ആത്മീയ വർധന വരുത്തുക. പിന്നെ വ്യാഖ്യാനം ഉണ്ടെങ്കിൽ വ്യാഖ്യാനിച്ചാൽ അന്നേരം പൊതുസഭയ്ക്ക് പ്രയോജനമാണ്. അതിൻ്റെ ഓർഡർ അതാ, അല്ല നിന്നോടൊന്നും അല്ല പറഞ്ഞത്. നിനക്ക് മനസ്സിലാകുന്ന കാര്യം പറഞ്ഞിട്ട് നീ അംഗീകരിക്കുന്നില്ല, പിന്നെ മനസ്സിലാകാത്തത്. മലയാളത്തിൽ ഞാനിപ്പോൾ എത്ര സമയം, നമ്മുടെ സമയം എന്തുവായി? 9. ഇന്ന് ഇച്ചിരി സമയം എടുക്കും. മലയാളത്തിൽ വേറെ പുസ്തകത്തിലെ വാക്യം വായിച്ച് നിന്നോട് പറഞ്ഞിട്ട് നീ അംഗീകരിക്കും, പിന്നെ മറുഭാഷ പറഞ്ഞ് നീ അംഗീകരിക്കുന്നത്. മറുഭാഷ നിന്നോടല്ല പറഞ്ഞത്, ദൈവത്തോടാ പറഞ്ഞത്. സ്തോത്രം. അസംബ്ലി സെക്കോഡിലുള്ള സകല എണ്ണോ അഭിഷേകം പ്രാപിക്കണം. നീ ചുമ്മാ ഞായറാഴ്ച വന്ന് കൊടുക്കാനിരിക്കും പോലെ കഥാര ഇരുന്നിങ്ങനെ തത്ത തലയാട്ട് പോലെ അടിച്ച് നിന്റെ ഇടപാട് തീർക്കും. സകല എണ്ണോ ആത്മാവിൽ ആരാധിക്കണം. ഞാൻ അസംബ്ലി സെക്കോഡ് IPC ഞാൻ അതാ ഇതാന്ന് പറഞ്ഞ നീ വെളച്ചിലെടുക്കരുത്. ഇത് പെന്തിക്കോസാ. നീ പെന്തിക്കോസ് വന്നിച്ച് ബ്രദറും കളിക്കരുത്. ഇത് ബ്രദറല്ല, പെന്തിക്കോസാ. സകല എണ്ണോ അഭിഷേകം പ്രാപിക്കണം. ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കണം. ദൈവാത്മ ശക്തിയിൽ നിറങ്ങണം. അല്ലാതെ ആരാധന വെളിപ്പെടുമ്പോൾ നീ ഇങ്ങനെ ട്രാഫിക് പോലീസിനോട് കൈ കാണിച്ചിരുന്നാ പോരാ. സഭയിലെ മൂപ്പന കുന്തം, അയ്യോ ഇപ്പൊ കുന്തം എന്ന് പറയാൻ മേല. ആത്മാവിലാകണ്ടേ. ഇത് പെന്തിക്കോസാ, ഇത് പെന്തിക്കോസാണ്. പ്രൈസ് ദി ലോർഡ്. കാശിന്റെ വലിപ്പത്തിലല്ല സഭ ഇത്രയും വന്നത്, ആൾക്കാരുടെ വലിപ്പത്തിൽ വന്നതല്ല. പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ഉപവസിക്കുന്ന, മുട്ടയിലിരുന്ന ദൈവത്തെ ആരാധിച്ച അവൻ ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ശക്തിയാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ ഭാഗം അങ്ങ് വിടുക. 7-ാം അധ്യായത്തിൽ കുടുംബ പ്രശ്നം, 8-ാം അധ്യായത്തിൽ വിഗ്രഹാർപ്പണം തിന്നരുത്, 9-ാം അധ്യായത്തിൽ പൗലോസിന്റെ അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്യുന്നു. പൗലോസിനെ ആരെ അപ്പോസ്തലനാക്കിയെന്ന് അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്യുക. 11-ാം അധ്യായത്തിൽ 2 വിഷയമാണ്. ഒന്ന് ഫാഷൻ, 2 തിരുമേശ. 11-1 മുതൽ ഫാഷൻ. ലോകത്തിലെ ഫാഷൻ എല്ലാം സഭയ്ക്കകത്ത് കൊണ്ട് പകർത്തും. അതാ തലേ തുണി ഇടണ്ടേ വേണ്ട, ഏത് വസ്ത്രം ധരിച്ച് വേണേലും ആരാധനയ്ക്ക് വരാം. നമ്മുടെ രച്ചായൻ സഭായത്തിന് വന്ന ബർമുഡ ഇട്ടുണ്ട്. തമാശ പറഞ്ഞതല്ല. അവനെല്ലാം വട്ട, അത് അറിയാൻ മേലേ. അവനെയൊന്നും വിളിച്ചേക്കരുത്. സഭ എന്നുള്ളത് ഫാഷൻ ഷോ അല്ല. സ്തോത്രം. ഇപ്പൊ സഭയ്ക്കകത്ത് എങ്ങനെ വേണേലും വരാം. ഭാഷന്മാരും ചോദിക്കത്തില്ലല്ലോ. ബനിയൻ ഇട്ടോണ്ട് വരാം, അരക്കൈ ഇട്ടോണ്ട് വരാം, മുക്കാ കൈ ഇട്ടോണ്ട് വരാം, കാക്കൈ ഇട്ടോണ്ട് വരാം, കാച്ചട്ട ഇട്ടോണ്ട് വരാം, ടീഷർട്ടും നിക്കറും. അവനാ വർഷിപ്പ്. ജീസസ്. നല്ല ഉന്നമുള്ള പിള്ളേരുടെ ഈ കാക്കത്തറ്റാല് കൊടുക്കണം. നമുക്ക് പിന്നെ പ്രമാണമില്ലല്ലോ. അതിപ്പോ പറയാനും ഒക്കത്തില്ലല്ലോ. പെന്തക്കോസ്തുകാർ കല്യാണത്തിന് ചില പെൺപിള്ളേരെ ഒരുക്കിക്കൊണ്ട് വരുന്ന കണ്ടോ? നമുക്ക് കണ്ണടച്ച് കല്യാണം നടത്തേണ്ട ഗതികേടാ. സുഖത്തിലും ദുഃഖത്തിലും സന്താപത്തിലും സന്തോഷം. ആരോടാ? നിന്റെ കാശിന്റെ പത്രാസും പ്രൗഢിയും കാണിക്കുന്ന സ്ഥലമല്ലെന്നിത്. അല്ല. ഇപ്പൊ പിന്നെ പാസ്റ്റർമാരാണെങ്കിലും എല്ലാവരും അല്ല. ചിലർ എന്റെ പാസ്റ്റർ അതൊന്നും പറയട്ടെ, എങ്ങനെയും ഒന്ന് വരട്ടെ. എടാ, എങ്ങനെയും വരുന്ന തലമാണോ സഭ? ഇതിനെ കമ്പത്തിൽ നിന്ന് കാള ഇറക്കുകയാണോ ഞായറാഴ്ച ഇറക്കാൻ?
സഭ ഉപദേശത്ത് നിൽക്കണം. ഇപ്പൊ എങ്ങനെ വേണല്ലേ സകല ഫാഷനും സഭയ്ക്കകത്തല്ലേ. ചിലർ സൺഡേ വരുന്നത് വസ്ത്രപ്രദർശനം കാണിക്കാനാ. കാശുള്ളവൻ കുറച്ചുകൂടെ കാശുള്ള വസ്ത്രം, കാശ് കുറഞ്ഞവൻ മനുഷ്യനല്ലേ നോക്കുക എടുക്കുകയൊക്കെ ചെയ്യുമെന്ന്. സഹോദരിമാരും ഒക്കെ ഞങ്ങൾ സ്റ്റേജ് ഇരിക്കുമ്പോൾ എപ്പോഴും ഒക്കെ കണ്ണടച്ചിരിക്കല്ലേ, ചിലപ്പോൾ ഒക്കെ നോക്കുകയൊക്കെ ചെയ്യും. എപ്പോഴും അങ്ങനെ കണ്ണടച്ചപ്പോൾ യോഗമെല്ലാം നന്നായിട്ട് നടത്തണ്ടേ. ബട്ടനെങ്ങാനും വന്നിരുന്ന അവൻ തലക്കിട്ടൊരു അടി തരും. അപ്പോൾ കണ്ണടക്കി തുറക്കും, ബട്ടനുണ്ടോ ചട്ടനുണ്ടോ, കണ്ണൊക്കെ തുറക്കും. വില കൂടിയ വസ്ത്രം ഇട്ടുകൊണ്ട് വരുമ്പോഴേ ചിലപ്പോൾ മനുഷ്യരല്ലേ ഒന്ന് നോക്കിയൊന്ന് വരും. ചിലർക്കൊരു മനോപ്രയാസം ഉണ്ടാകും, ഞങ്ങൾക്ക് കാശില്ലാത്തതുകൊണ്ടാണല്ലോ. എല്ലാവരും ഒരേ രീതിയിലൊന്നും വന്നേ വലിയ കുഴപ്പം വരികയല്ല. ആണെന്ന് അതിനൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് TPM-കാരെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ല ചിലർക്ക്. അവരുടെ വേലക്കാരൊക്കെ ഇരിക്കുന്നതാണ് എല്ലാം ഒരേ ടൈപ്പ്. ഏതാന്ന് പോലും നമ്മുടെ ഇവിടെയല്ലോ ആ മുഴുത്ത ടൈ ഇട്ടുകൊണ്ട് കെട്ടിയത് ഡാളസിൽ നിന്ന് വന്ന അവർ ആ ചായന. പുക്കിളിന് താഴെ ടൈ, പുക്കിളിന് മേളിൽ ടൈ ഇട്ട് വന്നത് സൗദിയിൽ നിന്ന് വന്ന ബേബിച്ചന. പിന്നെ നെഞ്ചത്ത് ഒരു കോട്ട് ഇട്ടുകൊണ്ട് വന്നത് അത് നോർത്ത് ഇന്ത്യയിലെ കറിയാച്ചൻ. നെഞ്ചത്ത് കോട്ട്. അണ്ടാ സഞ്ചിയായിട്ട് ജിബായി ഒക്കെ ഇട്ടുകൊണ്ട് വന്ന അത് നമ്മുടെ ഇവിടെ നടക്കുന്നൊരു ഉപദേശിയാ. പുള്ളിയാനാ. അയാളെ എല്ലാവരും സഞ്ചി ഉപദേശി എന്നാ വിളിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? വല്ലോ? നിങ്ങളവരുടെ വേലക്കാരെയൊക്കെ നോക്കിക്കേ. ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പിടികിട്ട് കച്ചി എവിടുന്നാ മണമുണ്ട്. പേർഷ്യ എന്ന് വരുന്ന ഒരു പ്രത്യേക മണം, അമേരിക്ക എന്ന് വരുമ്പോൾ വേറെ പെർഫ്യൂമിൻ്റെയാ. അവിടെ ഞാൻ വിവരിക്കുന്നില്ല. സകല ഫാഷൻ ഇപ്പൊ സഭയ്ക്കകത്ത് കൊണ്ടുവരികയല്ലേ. നടത്തിപ്പുകാർക്ക് ഇത് പറയാനൊക്കെ അല്ല. ഇങ്ങനെ അയോഗ്യമായിട്ട് വരുമ്പോൾ പറയണ്ട കുഞ്ഞ ഈ ഡ്രസ്സ് കൊള്ളുകയല്ല മോനെ, ഇത് നമുക്ക് പറ്റുകയല്ല. പറയണ്ടേ? പറയുന്നില്ലല്ലോ. എങ്ങനെ പറയാനാ? എമ്പറാൻ അല്പം കട്ടുപൂച്ച അമ്പലവാസി മൊത്തം കക്കും. തീർത്ത് പറയേണ്ട കാര്യം. ഞാൻ നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലല്ലോ ആരും എങ്ങനെ എന്നാ ഇത് എനിക്ക് കാര്യമെല്ലാം പറഞ്ഞു വെച്ച് നേരെ അങ്ങ് പോകണം. സ്തോത്രം. ഇവിടെ സൂചിപ്പിക്കാനൊന്നും ഇവിടെ നേരമില്ല, കാലം അധികം ഇല്ലെന്ന്. അതുകൊണ്ടല്ലേ സ്തോത്രം. നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്ത് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾപ്പാൻ എൻ്റെ സഹപടന്മാരും പ്രിയപ്പെട്ടവരും ഒരുങ്ങണമെന്ന് കർത്താവിൻ്റെ ദാസൻ എന്നുള്ളതെങ്കിൽ ഇന്ന് രാത്രി അപേക്ഷിക്കുകയും ആജ്ഞാപിക്കുകയും ചെയ്യുക. 11-ാം അധ്യായത്തിൽ ഫാഷൻ, സകല ഫാഷനും സഭയ്ക്കകത്ത് ഏത് വിധത്തിൽ വേണേലും വരാം, എപ്പോ വേണേലും വരാം. ഇഷ്ടമുണ്ടേ തിരുമേശ എടുക്കാം, ഇല്ലേ തിരുമേശ എടുക്കണ്ട. വേണേ കൈയടിക്കാം, വേണേ സ്തുതിക്കണേ സ്തുതിക്കാം, സ്തുതിക്കണ്ടേ സ്തുതിക്കണ്ട. വർഷിപ്പ് കഴിഞ്ഞേച്ച് വേണേ വരാൻ, കഴിയുന്നതിന് മുമ്പ് വരാം. ഇടയ്ക്ക് വേണേ ചില സഭയ്ക്കകത്ത് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി പോകുന്നവരെ കണ്ടില്ലേ ആരാധന നടക്കുമ്പം ഇല്ലേ? അത്യാവശ്യം ശങ്കാവിഷയമുള്ള പ്രായമുള്ളവരൊക്കെ ഉണ്ട്. അവരിന്ന് പോയാൽ അത് ന്യായമാണ്. അസുഖമുള്ളവരുണ്ട്, അവർ പോയാൽ ചുമ്മാ ഇരിക്കുന്ന കൊച്ചുങ്ങളെല്ലാവരും ചുമ്മാ അവിടെ സ്വോത്രം കാഴ്ച കഴിയുമ്പോൾ എല്ലാം കൂടെ മുറ്റത്തിറങ്ങി ഒരു കൂടാലോചന എല്ലാം. ആ പണ്ട് ഞാനൊരു സഭയിൽ ചെന്ന്, സ്ഥലമൊന്നും പറയുന്നില്ല, ആദ്യത്തെ ആഴ്ച ചെന്നപ്പോഴേ ഞാനൊന്ന് ചെറുപ്പമാ യോഗം നടത്തിയപ്പം ഈ സ്വോത്ര കാഴ്ച കഴിഞ്ഞപ്പോൾ എല്ലാം വെളിയിലിറങ്ങി. ഞാനും 1-2 തള്ളമാരുമുണ്ട്, അതുങ്ങളാണ് ആവതില്ലാത്തതും. ഞാൻ പിന്നെ വന്നു പറഞ്ഞത് ശരിയായ നടപടിയല്ല. ഇതിന് ഇൻ്റർവെല്ലാന്നോ സഭായത്തിനിടെ ആകെ 2.5 മണിക്കൂറുള്ളൂ. അത് തന്നെ ഇവൻ ഞരങ്ങുകയായിരുന്നു. 2.5 മണിക്കൂറേ ഉള്ളൂ. അതിന് 2.5 മണിക്കൂറിനകത്ത് ഇൻ്റർവെല്ല്. ഞാനും കണ്ട് 2 കിലോ നിറഞ്ഞു വെച്ചാൽ ഇവിടുന്ന് പോകുന്നുള്ളെന്ന്. ഞാൻ പിന്നെ വന്നപ്പോൾ പറഞ്ഞത് ശരിയല്ല, അത്യാവശ്യം ആരെങ്കിലും ശാരീരിക ക്ഷീണമോ രോഗികളോ ഒന്ന് പോയാൽ അത് ന്യായം. ഞാൻ ചെറുപ്പമല്ലേ, അവന്മാർ അംഗീകരിച്ചില്ല. പിറ്റേ ആഴ്ച പിന്നെ ഇറങ്ങി.
ഞാൻ 1-2 പിള്ളേരെ ചട്ടം കെട്ടി ജെല്ലും കഥവെല്ലാം കുറ്റിയിട്ടാക്കാൻ പറഞ്ഞു. എന്തായാലും 2-1 ഞാനും തീരുമാനിച്ചു. കാരണം എനിക്കൊരു ചെറിയ പെട്ടിയേ ഉള്ളൂ, എപ്പോൾ വേണമെങ്കിലും പോകാൻ ഞാൻ റെഡി ആയിട്ടില്ല. കുറ്റിയിട്ടു. പിന്നെ ആരാധന എന്നാന്നൊരു ചെറിയ സബ്ജക്റ്റ് പ്രസംഗിച്ചു. എന്താണ് ആരാധന, ആരെ ആരാധിക്കണം, ആരാധിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണം, എനിക്ക് തന്ന കൃപയ്ക്കനുസരിച്ചു. എല്ലാം വെളിയിൽ നിന്ന് ആരും പോയില്ല, കാരണം പാച്ചും കുടയെല്ലാം അകത്തിരിക്കുക. അങ്ങനെ പോകാൻ യോഗം കഴിഞ്ഞു. ഞാനും അവിടെ നിന്ന് പോരാൻ തീരുമാനിച്ച. ഏതായാലും ഇവനെ ഇവൻ ശരിയാകണില്ല, ഞാൻ പോകണം. യോഗം കഴിഞ്ഞ് ഞാനങ്ങ് താമസിക്കുന്നിടത്തോട്ട് പോയി. പിറ്റേ ആഴ്ച ആരും അങ്ങനെ വലിയ കൊണ്ടാട്ടമൊന്നും വരും. പിറ്റേ ആഴ്ച യോഗത്തിന് ചെന്നു. യോഗം കഴിഞ്ഞപ്പോൾ ആരും പോയില്ല. ഒരാൾ ചോദിച്ചു, ആരാധനയ്ക്ക് പവിത്രതയില്ലേ? നിനക്ക് തോന്നുമ്പം വരികയും തോന്നുമ്പം പോവുകയും അങ്ങോട്ട് ഓടുകയും ഇങ്ങോട്ട് ഓടുകയും, മനസ്സിലായില്ലേ? പാടില്ല. ദൈവത്തെ ആരാധിക്കുകയല്ലേ. ആ കാര്യത്തിലൊക്കെ ഹൈന്ദവ സ്നേഹിതന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചേ. ആ ക്ഷേത്രത്തിൽ ചെന്നാലും ഭക്തിയോടെ അവർ നിൽക്കുന്നത്. ദീപാരാധനയുടെ സമയത്ത് വളരെ, നട തുറക്കുന്ന സമയത്ത് 2 കൈകളും കൂപ്പി വളരെ ഭക്തിയോടെ. നമ്മുടെ ആൾക്കാർക്ക് പള്ളിക്കകത്തിരുന്ന ഭക്തി ഉണ്ടോ? ബൈബിളിന്റെ പുറത്ത് മൊബൈല്. നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ചേ, ബൈബിളിന്റെ പുറത്ത് ഇതെല്ലാം കൂടെ തുടച്ചേച്ചു. ആ തൂവാല കൂറമാണ്, അതെല്ലാം കൂടെ. സ്തോത്രം. ഇടയ്ക്ക് ഞാൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. 11-ാം അധ്യായത്തിൽ ഫാഷൻ, പിന്നെ 23 മുതൽ തിരുമേശയുടെ കർക്കശ ഉപദേശം. സ്തോത്രം. 12-ാം അധ്യായത്തിൽ കൃപാവരം നിന്നിട്ടില്ല, ഇപ്പോഴും ഉണ്ട്. നിന്നെന്നൊക്കെ ചിലർ അവിടെ എവിടെയും പറയുന്നുണ്ട്. അവർക്ക് നിന്നായിരിക്കും, നമുക്ക് നിന്നിട്ടില്ല. ഇല്ല, അവർ പറയുന്നത് അന്യഭാഷ നിന്നെന്നാ. കൃപാവരമല്ല, കൃപാവരത്തിൽപ്പെട്ടതില്ലയോ വചനത്തിന്റെ പരിജ്ഞാനം. അപ്പൊ പിന്നെ അത് നിൽക്കണ്ടേ? ഒരുത്തന് ജ്ഞാനത്തിന്റെ വചനം, ഒരുത്തന് പരിജ്ഞാനം, ഒരുത്തന് അന്യഭാഷ. കൃപാവരമെല്ലാം നിന്നെങ്കിൽ അത് നിൽക്കണ്ടേ? എന്നിട്ട് വചനം നന്നായിട്ട് പറയുന്നുണ്ടല്ലോ. ഒരു വാക്യം എടുത്ത് 7ആയിട്ട് കീറി അതിനെ പിന്നെ 3ആയിട്ട് കീറി, ആ 3-ൽ-1 8ആയിട്ട് കീറി, കണ്ടമാനം കീറുന്നല്ലോ. പിന്നെ മറുഭാഷ മാത്രമാണ് നിന്ന് പോയേ. എടാ, നിനക്ക് നിന്നായിരിക്കും. പുസ്തകത്തിൽ നിന്നിട്ടില്ല, ഇതുവരെ നിന്നിട്ടില്ല. അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നിൽക്കും. അതാ 12-ാം അധ്യായത്തിൽ കൃപാവരങ്ങളെ കുറിച്ച് അറിവില്ലാത്തവരായിട്ട് ഇരിക്കരുത്. 13-ാം അധ്യായത്തിൽ ഏറ്റവും ശ്രേഷ്ഠവരം സ്നേഹം, ദൈവസ്നേഹം. അത് ഏറ്റവും ശ്രേഷ്ഠവരമാണ്. അതായിരിക്കണം നമ്മുടെ ജീവിതം മുഴുവൻ, ദൈവസ്നേഹം. ആ സ്നേഹത്തിന്റെ പ്രത്യേകത, നമ്മെ സ്നേഹിച്ചില്ലെങ്കിലും നാം സ്നേഹിക്കണം. അതാണ് കാൽവറിയിൽ നടന്നത്. നമുക്കാർക്കും ഈ മാർഗം ഇഷ്ടമല്ല. ആമേ. സുവിശേഷം കേട്ടപ്പോൾ തട്ടി ദൂരെ കളഞ്ഞിട്ട് ഓടിപ്പോയതാ. പോയവൻ അതിലെ പോട്ടെന്നും പറഞ്ഞ് യേശു പോയില്ല. നീ പോയതിന്റെ പിന്നാലെ തേടി വന്ന കാൽവറിയിലെ സ്നേഹം, അതാണ് ദൈവസ്നേഹം. അഗാപേ. അഴമരായ്വതിൽ ആരറിവോ, 1000 നാവുണ്ടെന്നാലും ഞാനിതു ചൊൽവതിനാമോ, ഏതുമൊരംശം ഉരച്ചിടുവാൻ പരിധിലാർക്കെഴുതോ, ഏതുമൊരംശം ഉരച്ചിടുവാൻ പരിധിലാർക്കെഴുതോ. സ്നേഹമിതാൽച്ചര്യമേ, ഓ അതിശയമേ, ഓ അതിശയമേ. ചോണിതാലേ ഞാനെന്നു പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ. ചോണിതാലേ ഞാനെന്നു പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ. ദൈവ കുഞ്ഞാടനിൽ സ്നേഹരസം എന്നകമേ വാഴിഞ്ഞോട, ഉന്നതനെ സ്തുതി ചെയ്യുവാൻ മണ്ണിലും തീർത്തിടുവാൻ എന്നെ ഒരുക്കണമേ. മണ്ണിലും തീർത്തിടുവാൻ എന്നെ
അതിശയമേ. ചോട്ടിത്തലേ ഞാനെന്നും പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ. ചോട്ടിത്തലേ ഞാനെന്നും പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. 13-ാം അധ്യായത്തിൽ അഗാപ്പെ ദൈവസ്നേഹം. ആ സ്നേഹം ഉള്ളത് കൊണ്ടാ ഇന്ന് രാത്രി വായിസോട് പിടിച്ചിരിക്കുന്നത്. 14-ാം അധ്യായം കൃപാവരങ്ങൾ വിനിയോഗിക്കേണ്ട വിധം. അതിൽ അത്യാവശ്യമാ വിവേചനാവരം, വിവരം. മറ്റു വരവെല്ലാം ഉണ്ട്. പണ്ടൊരാൾ പറഞ്ഞ് വിവരമില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ആട്ടെ, വിവരിക്കുന്നില്ല. 15-ാം അധ്യായം ഒറ്റമാക്കി പറയാം. ക്രിസ്തുവിൽ മരിച്ചവരുടെ ഉയർപ്പും ജീവനോടിരിക്കുന്നവരുടെ രൂപാന്തരവും. അതല്ലേ നമ്മുടെ പ്രത്യാശ. 15 ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കും. ഈ മർത്യമായത് അമർത്യത്തെയും സ്തോത്രം ധരിക്കുമ്പോൾ മരണം നീങ്ങി. പക്ഷെ ഒരുവൻ മരിച്ചവൻ എങ്ങനെ വരുമെന്ന് ഏത് വിധ ശരീരത്തോടെ വരുമെന്ന് ചോദിക്കുന്ന മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ലെങ്കിൽ തനിയെ ഇരിക്കുന്നു. ഈ വിതയ്ക്കുന്ന ഗോതമ്പിൻ്റെയോ മറ്റു വല്ലതിൻ്റെയോ മണികൾ എത്ര ദൈവമോ ഓരോന്നിനെ അതതിൻ്റെ ശരീരം കൊടുക്കുക. സകല മാംസം ഒരുപോലുള്ള മാംസമല്ല. പക്ഷികളുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ, മൃഗങ്ങളുടെ മാംസം വേറെ. ഭൗമ ശരീരമുണ്ട്, സ്വർഗീയ ശരീരമുണ്ട്. ഭൗമശരീരങ്ങളുടെ തേജസ് വേറെ, സ്വർഗീയ ശരീരത്തിൻ്റെ തേജസ് വേറെ. സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ട്. മരിച്ചവരുടെ പുനരുത്ഥാനവും. ദ്രവത്വത്തിൽ വിതയ്ക്കുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കുന്നു, തേജസ്സിൽ ഉയർക്കപ്പെടുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ട്, ആത്മീയ ശരീരമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ഒന്നും ഞാൻ വിവരിക്കുന്നില്ല. സഹോദരൻ, നിങ്ങൾ സമയം പോയതുകൊണ്ട് ഇനി നാളെ യോഗം ഇല്ലല്ലോ എന്നൊരു ആച്ചുണ്ട്. സ്തോത്രം. രാജ എന്നാ പറഞ്ഞു? പോണോ? ദൈവത്തിന് മഹത്വം. ഈ നമുക്ക് മാത്രം അങ്ങ് വെപ്രാളം. ഞാൻ അടിയുടെ തന്നെ നീലമ്പേരി നീരേറ്റുപുറത്ത് കൺവെൻഷൻ, നമ്മുടെ ചന്ദ്രൻ പാസ്റ്റർ അവിടെ, നിങ്ങളുടെ അവിടെ കൺവെൻഷൻ. അന്ന് കൺവെൻഷൻ 10 മണിക്കാണ് നിർത്തത്. അത് കഴിഞ്ഞ് ഞാൻ 11:30 ആയപ്പം ഇവിടെ ഇതിലേക്കൂടെ വന്നപ്പം 11:30 ആ പൊടിയാടിക്ക് എന്തു ആളും കൂട്ടവും ബഹളവും. പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഓളം, ഭയങ്കര ആള്. ഒരു പ്രശ്നവും ഓളിയും അങ്ങോട്ട് കൂട്ടി ഭയങ്കര പരിപാടി നടത്തുക. അല്ല, ഒരു രാജ്യത്തെങ്ങനെ 2 നിയമം. പിന്നെ നമ്മൾ ദൈവമക്കള് നിയമത്തിന് വിധേയപ്പെടുന്നവരായതുകൊണ്ടങ്ങ് അത് മുതലാക്കുന്നവരുമുണ്ട്. സ്തോത്രം. ആട്ടെ, ഞാൻ ആ ഭാഗം അങ്ങ് വിടുക. 15-ാം അധ്യായത്തിൽ ദൈവമക്കളുടെ ഉയർപ്പും രൂപാന്തരവും. 16-ാം അധ്യായത്തിൽ കർത്താവിന് കൊടുക്കുന്ന വിഷയമാണ്. 16-ന്റെ 21, 22 വായിച്ചത്. നമ്മുടെ കർത്താവ് വരുന്നു, യേശു ക്രിസ്തു വരുന്നു. എന്തിന്? തിരുസഭയെ ചേർക്കാൻ. ഞാൻ വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. അറിയാത്ത ആരെങ്കിലും ദൂരെ ഇരുന്ന് കേൾക്കുന്നെങ്കിലാ. യേശു ക്രിസ്തു വരുന്നു. എന്തിന്? തിരുസഭയെ ചേർക്കാൻ. അതിന്റെ എബ്രായത്തിൽ വായിക്കുന്നത് എല്ലാരെയും ചേർക്കാനല്ല, തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ. യേശു ക്രിസ്തു വീണ്ടും വരുന്നത് എല്ലാവരെയും ചേർക്കാനല്ല. മുമ്പേ പറഞ്ഞല്ലോ, രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ച് വിശ്വസിച്ച് തിരുമേശയെടുത്ത് വേർപാടും വിശുദ്ധിയും പാർത്ത് ആമെ പാലിച്ച് ജീവിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വരുന്നു. ആ വരവിനായി സകല ആൾക്കാർ ഒരുങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. നമ്മുടെ കർത്താവ് വരുന്നു. അപ്പൊ എന്തിനു വരുന്ന എന്ന് ചോദിച്ചാൽ വിശുദ്ധന്മാരെ ചേർക്കാൻ. ആ വാക്യം വായിച്ച ലേഖനം അതിന്റെ 9-ാം അധ്യായത്തിന്റെ 28. പെട്ടെന്ന് നിർത്താം. അങ്ങനെ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ട് പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. അപ്പോൾ തനിക്കായി കാത്തു നിൽക്കുന്നവരെ രക്ഷിപ്പാൻ യേശു ക്രിസ്തു വീണ്ടും വരും. അതാണ് നമ്മുടെ പ്രത്യാശ. കാത്തു നിൽക്കുന്നവരെ എങ്ങനെ അറിയാം? കണ്ടാലറിയാം. കാത്തു നിൽക്കുന്നവരെ കണ്ടാലറിയാം. റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നവരെ കണ്ടാലറിയാം. ട്രെയിൻ വരുന്ന നോക്കി ഓൺ അടിക്കുമ്പോഴെല്ലാം അവർക്ക് ശ്രദ്ധയാ. വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ നിർത്ത് അനൗൺസ്.
സത്യം ഇല്ലേ? കേക്ക വരുമ്പോൾ അല്ലെങ്കിൽ ജയന്തി ജനത വരുമ്പം ശ്രദ്ധിക്കും. ഹോൺ എടുക്കുമ്പോൾ ബാഗ് എടുക്കടാ പെട്ടെന്ന് ഇല്ലേ? സത്യം. കണ്ടാലറിയാം. ചുമ്മാ അതിലെ പിന്നെ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കൂടെ നടക്കുന്നവനെ കണ്ടാലും അറിയാം. സഭയ്ക്കകത്ത് ഒത്തിരി പെണ്ണ് ചുമ്മാ കിടക്കുന്നുണ്ട്. എന്നാ ഇതില് രാവിലെ ചുമ്മാ ഇതിൽ ഒന്ന് പള്ളിയിൽ അടിയുണ്ടാക്കി. എന്നാൽ പിന്നെ എവിടെയെങ്കിലും പോകണല്ലോ നിർത്ത് പ്ലാറ്റ്ഫോം കൂടെ. നീ ചുമ്മാ പ്ലാറ്റ്ഫോം അടിച്ച് നടക്കരുത്. എന്നാൽ ട്രെയിൻ യാത്ര ടിക്കറ്റ് എടുത്ത് റിസർവേഷൻ ടിക്കറ്റ് എടുത്ത് ഡേറ്റും ഒക്കെ അറിഞ്ഞ് രാവിലെ വീട്ടിൽ നിന്ന് ദൈവമക്കളെ പ്രാർത്ഥിച്ചിറങ്ങി ആ റെയിൽവേ അല്പം നേരത്തെ അങ്ങ് ചെല്ലണം. മനസ്സിലായോ? അങ്ങനെ ആണല്ലോ നിങ്ങൾ പോകുന്നത്. നമ്മുടെ ഇവിടെ ഒരു ബഹുമാനപ്പെട്ട TT ഉണ്ടല്ലോ, നമ്മുടെ പ്ലസൻ സാറ്. എന്ത് ഒരു മ്ലാനത. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? ഇരിക്കുന്നവനെ കണ്ടാലറിയാം. അവൻ ശബ്ദം കേൾക്കുമ്പോൾ പറയും നിർത്ത് അനൗൺസ് ചെയ്യുന്നു. താമസിച്ചാന്നോ നേരത്തെ ആന്നോ നമ്മുടെ ട്രെയിനാന്നോ ശ്രദ്ധിച്ചിരിക്കണം. ഇല്ല പെണ്ണുങ്ങൾ വിളിച്ച് പറഞ്ഞ് ക്ലിയർ ആകുകയില്ല. മനസ്സിലായോ? എന്തുവാ രണ്ടുപേരും വർത്താനം പറഞ്ഞേ? ആണ്ട് പറഞ്ഞു പ്രസംഗം ചീറ്റിപ്പോയെന്നാന്നോ? പിന്നെ ഏണ്ട് പറഞ്ഞോണ്ടിരുന്നു പോകുന്ന കാര്യമാണ് ഞാനീ പറഞ്ഞേ. കണ്ടാലറിയാവനെ. അപ്പൊ നമ്മുടെ കർത്താവ് വരുന്നു എന്തിന്? തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ. സ്തോത്രം. ഏത് സമയത്ത് വരും. അതിന് ആൻസർ ഇത്ര ഉള്ളു. നനയാത്ത നാഴികയിലാ വരുന്നത്. ഒരുങ്ങിയിരുന്നോണം. ഞാനിനി വിശദീകരിക്കുന്നില്ല. എവിടെ വരും? സഭയുടെ ഉൽപ്രാപണത്തിനായി മധ്യാകാശത്തിൽ വെളിപ്പെടും. സ്തോത്രം. വാക്യങ്ങളെല്ലാം എടുത്ത് വായിപ്പിക്കുന്നില്ല. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെയുള്ള തിരുവെഴുത്തുകളിൽ വളരെ കർക്കശമായിട്ട് ആ കാര്യം എഴുതിയിട്ടുണ്ട്. സ്തോത്രം. വരവിന്റെ അടയാളം. സ്തോത്രം. അതായിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ക്ഷാമങ്ങളും വ്യാധി കെടുതികള് എന്ന് വേണ്ട, ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം അവിടുത്തെ വരവിന്റെ തെളിവുകളാണ്. അവിടുന്ന് തിരിച്ചു വരും തിരുസഭയെ ചേർക്കാൻ. ഒരൊറ്റ കാര്യം പറഞ്ഞേച്ചങ്ങ് നിർത്തുക. ലക്ഷണം, വരവിന്റെ ലക്ഷണം. കർത്താവും ശിഷ്യന്മാരും കൂടി ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു നിന്റെ വരവിനും ലോകാവസാനത്തിനും തെളിവെന്ന ലക്ഷണം? ഇത് മഹത്വ പ്രത്യക്ഷതയുടെ കാര്യമാ പറയുന്നെങ്കിലും ആ പദം ഇങ്ങോട്ട് എടുക്കുക. കർത്താവ് പറഞ്ഞു നോഹയുടെ കാലം പോലെ ആയിരിക്കുമെന്ന്. മഹത്വ പ്രത്യക്ഷത അവിടുത്തെ വിഷയം 24-ാം അധ്യായം മത്തായി. എങ്കിലും ആ പദം ഞാനിങ്ങോട്ട് എടുക്കുക. നോഹയുടെ കാലം പോലെ. എന്താ നോഹയുടെ കാലത്തിന്റെ പ്രത്യേകത? നിങ്ങൾക്കറിയാം. ഒറ്റ വാക്കി പറയാം. എല്ലാവരും ബോധിച്ച പോലെ നടക്കുന്നു. ബോധിച്ചവരെ തിരഞ്ഞെടുക്കുന്നു. പണ്ടൊക്കെ പെന്തിക്കോസുകാർ കല്യാണം ആലോചിക്കുമ്പോൾ ചോദിക്കാം ചെറുക്കൻ രക്ഷിക്കപ്പെട്ടതാണ്, ഇടനിലക്കാരനോ ബ്രോക്കറോ പാസ്റ്ററോ ആരെങ്കിലും ആണെങ്കിലേ ഒരു പയ്യനുണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ വാക്കും പറയല, അവൻ രക്ഷിക്കപ്പെട്ടതാണ്. ഉടനെ വന്ന പുള്ളി ആണോന്നോ? അയ്യോ, AD മോസസിന്റെ കാലത്ത്. ഉടനെ അടുത്ത ചോദ്യം, അവൻ സ്നാനപ്പെട്ടതാണോ? അയ്യോ, എന്തോ സ്നാനമാ. ആ എറപ്പുഴ പാലത്തെ ആൾക്കാർ ഞാൻ കിടക്കായിരുന്നു അവൻ്റെ സ്നാനം കാണാൻ. എന്തോ ആളായിരുന്നു കല്ലിശ്ശേരി എറപ്പുഴ പാലത്തിൻ്റെ അവിടെ. പിന്നെ തമ്പേറടിച്ച് ഞങ്ങളുടെ ബ്ലസനെ അടിച്ച് പൊട്ടിച്ചു. ഭയങ്കര സ്നാനം. ഇതുപോലൊരു സ്നാനം ഈ ടൗണിൽ. എന്നാലും ഉറപ്പിക്കുകയില്ല. അടുത്ത ചോദ്യം, അവൻ അഭിഷേകം പ്രാപിച്ചാന്നോ? അയ്യോ, അവന്റെ അടുത്ത് പോലും ഇരിക്കാൻ മേല. നാളെയുടെ കറിയാച്ചനടുത്തിരുന്ന് വാരിയല്ലൊന്നും ഒടിഞ്ഞു അവൻ ആത്മാവിൽ. അത്രയ്ക്ക് അഭിഷേകം. എന്നാലും ഉറപ്പിക്കൽ. അടുത്ത ചോദ്യം, അവൻ സഭായത്തിന് പോകുമോ? കാരണം അഭിഷേകം പ്രാപിച്ചാൽ ഇങ്ങോട്ട് വരികയില്ല, അവിടെ പ്രാപിച്ച് ഇങ്ങനെ കുലുങ്ങിയിരിക്കുക, സഭ കയറുകയല്ല. ഇപ്പൊ കോവിഡ് ആയതുകൊണ്ട് നല്ല ലാക്ക. എനിക്കായി സങ്കടം. ആരാധന സഭയുടെ കാര്യം പറയുമ്പോൾ എല്ലാം ഭയങ്കര ടൈമിങ്ങും പിന്നെ എന്തുവാ അതിന് പറഞ്ഞേ, പ്രോട്ടോകോള്. ഒരു കല്യാണത്തിന് പോയാൽ നല്ല തീറ്റയും തിന്നും. അത് എത്ര മണിക്കൂർ വേണേലും എടുത്ത്. ആരാധനയുടെ വിഷയം പറയുമ്പോൾ സൂക്ഷം 2:30 ആകുമ്പം ഇവിടെ 9 9 ആകുമ്പോൾ 12 അല്ലെ 12:30 അല്ലെ അങ്ങേയറ്റം പോയാൽ
1 മണി. ഭാഷന്മാർ പ്രയാസപ്പെടുന്നത് ഇത് നിർത്തിയില്ലേ കമ്മിറ്റിക്കാർ ഭാഷ എടുത്ത് ഇണ്ടനടിക്കും. അതാ ഭാഷന്മാർക്ക് അതാ വെപ്രാളം. അയാൾ വന്ന് എന്നെയും കൂടെ ഇട്ട് കുഴച്ചേച്ച്. എന്നാൽ ഈ ഭക്ഷണം തീർച്ചയായും കയറുമ്പോൾ പ്രോട്ടോക്കോൾ വല്ലതും ഉണ്ടോ? ചിക്കൻ തൊടരുത് അങ്ങനെ വല്ലതും ഉണ്ടോ? ഒലത്തറച്ചി തൊട്ട് പോകരുത് ഉണ്ടോ പ്രോട്ടോക്കോള്? എടാ ഷുഗർ പറ്റി അങ്ങനെയുള്ളവനും അങ്ങേയറ്റം പറ്റിയ തള്ള 3 ഐസ്ക്രീം. തള്ളക്ക് 400 ഉണ്ട് ഷുഗർ. നീയുള്ള കുന്തവെല്ലാം കൂടെ തിന്ന് എന്നുവെച്ച വീട്ടിൽ പോയിരുന്നു കുത്തടി ഇനിയും കുത്ത്. ആരാധനയ്ക്ക് മാത്രമാണോ പ്രോട്ടോകോള്? പഞ്ചായത്തിൽ നിന്നായിട്ട് കോഴിയെ കൊട്ട് കേട്ട തലേന്ന് എവിടെ പോയി അട്ടിപ്പേറ് കിടക്കും. എന്നാ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? പഞ്ചായത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നത് മേടിച്ചോ, കല്യാണത്തിന് പോയി കഴിച്ചോ, ഇതിനൊന്നും ഞാനില്ല. പക്ഷെ അതിലെല്ലാം ഉപരി ആത്മീക വിഷയത്തിന് പ്രാധാന്യം.